ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അഡീനിയം പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു അഡീനിയം പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് മുളയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്റ്റമ്പ് കട്ട് ചെയ്തേക്കുന്ന സ്റ്റമ്പ് നമ്മൾ സൈഡിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെയാണ് കുറച്ചാൾ മുന്നേ ചെയ്തൊരു അഡീനിയം പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ കോഡക്സിന് ചുറ്റിനും നമുക്ക് ആ ഒരു മുളകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വലുതായതിനു ശേഷം നല്ലൊരു ബോൺസായി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ പ്രൂൺ ചെയ്തൊരു പ്ലാന്റുമാണ് നമുക്ക് ഈ ഒരു കാണുന്നത്. അപ്പോൾ ഇതിന് കോഡക്സ് ഒത്തിരി വലിപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുളകൾ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ടതിൽ നമുക്ക് ഒത്തിരി മുളകളുണ്ട്, പക്ഷേ ഇതിൽ നമുക്ക് ആകെ രണ്ട് സൈഡിൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് കോഡക്സ് എങ്ങനെ വലുതാക്കി എടുക്കാന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കാണാത്തതിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു നമുക്കതിനകത്ത് കാണാൻ പറ്റും, നമുക്ക് അത്യാവശ്യം നല്ല ആ ഒരു വേരൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ 2 മാസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ബോട്ടിലൊക്കെ കട്ട് ചെയ്തിട്ട് എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്കൊരു കുറച്ച് വെറൈറ്റി ആണെന്ന് തോന്നുന്നത്. കാരണം നമുക്ക് ആ ഇലകളെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് വേറെ എന്തെങ്കിലും പ്രശ്നമാണോ അല്ലെങ്കിൽ ആ ഒരു വെറൈറ്റി ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനോ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ 1 മാസത്തിന് മുന്നേ മേടിച്ചൊരു അഡീനിയം പ്ലാന്റ് ആണ് നമുക്കിതും. അപ്പോൾ നമുക്ക് സീഡോട് കൂടി തന്നെയാണ് ആ ഒരു പ്ലാന്റ് ഞാൻ മേടിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും 2 മാസം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. 2 മാസം കൂടെ കഴിഞ്ഞാലാണ് ആ ഒരു സീഡൊക്കെ ഒന്ന് പാകോട് നമുക്ക് കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എന്തായാലും പ്രൂൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും സീഡൊക്കെ സെറ്റായതിനു ശേഷം നമുക്ക് എന്തായാലും പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും ഇത്രയും ആ ഒരു ഹൈറ്റ് വെക്കണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ സീഡ് കിട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള അഡീനിയം പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ ഒത്തിരി ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം നമ്മൾ ആ ഒരു അഡീനിയം ക്രൈസ് കയറി കഴിഞ്ഞാൽ പിന്നെ അത് തലേന്ന് പോകാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ എന്തായാലും 2 മാസം കൂടെ കഴിയണം ആ ഒരു സീഡൊക്കെ സെറ്റാക്കി കിടക്കാൻ. അപ്പോൾ എന്തായാലും അതിന് ശേഷം നമ്മൾ ഒത്തിരി പ്ലാന്റ്സ് നമ്മൾ മേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിച്ചേക്കാം കേട്ടോ.